രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയില്ല എന്ന് തന്നെയാണ് ജോസ് കെ മാണിയും പറയുന്നത്. വിനോദ് ലൈനിലുണ്ടെന്ന് കരുതുന്നു. വിനോദ്, CPI നിലപാടുറപ്പിച്ചതുപോലെ തന്നെയാണ്, വ്യക്തമാക്കിയതുപോലെ തന്നെയാണ് ഇപ്പോൾ ജോസ് കെ മാണിയും പറയുന്നത്. രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അതിലൊരു മാറ്റവുമില്ല. പക്ഷേ തങ്ങൾ മുന്നണിയിൽ നിന്ന് ഒരിക്കലും പിൻവാങ്ങില്ല എന്നുകൂടെ ജോസ് കെ മാണി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജോസ് കെ മാണി നിലപാടൊക്കെ കടുപ്പിക്കുന്നുണ്ട്. പക്ഷേ CPI പറയുന്ന അത്ര കടുപ്പിച്ചിപ്പോൾ ജോസ് കെ മാണി പറയുന്നില്ല എന്നതാണ്. അപ്പോൾ CPI പറയുന്ന അത്ര കടുപ്പിച്ചിപ്പോൾ ജോസ് കെ മാണി പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയോ ചില ധാരണകൾ വന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു പരാജയം സംഭവിച്ചത് കൊണ്ടൊന്നും മുന്നണി വിടുന്നില്ല എന്ന് കൃത്യമായി ജോസ് കെ മാണി പറയുകയാണ്. കാരണം മുന്നണി വിടേണ്ട ഒരു സാഹചര്യവുമില്ല. നിലവിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ പരാജയപ്പെടും, ചിലപ്പോൾ വിജയിക്കും. അതൊന്നും മുന്നണി മാറ്റത്തെ ബാധിക്കില്ല, അല്ലെങ്കിൽ മുന്നണി മാറാൻ അതൊന്നും കാരണമല്ല എന്ന് പറയുന്നു. ഒരു പരാജയം സംഭവിച്ചത് കൊണ്ട് മുന്നണി മാറേണ്ട കാര്യമില്ല. പാർട്ടിയുടെ ആവശ്യം കൃത്യമായി CPM-നെ അറിയിച്ചിട്ടുണ്ട്, അവർ ഉചിതമായ തീരുമാനമെടുക്കും എന്ന് മാത്രമേ ജോസ് കെ മാണി പറയുന്നുള്ളൂ. രാജ്യസഭാ സീറ്റ് ഞങ്ങൾക്ക് ലഭിച്ചേ മതിയാകൂ എന്ന് ബിനോയ് വിശ്വം പറയുന്ന അതേ കടുത്ത സ്വരത്തിൽ ജോസ് കെ മാണി പറയുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ ചില ധാരണകൾ ഇടതുമുന്നണിയിൽ, പ്രത്യേകിച്ചും CPM-ഉം കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പകരം എന്താണ് രാജ്യസഭാ സീറ്റിന് പകരം എന്താണ് ജോസ് കെ മാണിക്ക് നൽകുക എന്നുള്ളതാണ് ഇനി നമ്മൾ അറിയേണ്ടത്. അതിൽ പ്രധാനമായും പറഞ്ഞു കേട്ട ഒരു കാര്യം ഭരണപരിഷ്കരണ ചെയർമാൻ പദവിയാണ്. നിലവിലത് VS അച്യുതാനന്ദനാണ് വഹിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ആ പദവി കൃത്യമായി അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. പ്രായാധിക്യം കാരണം അദ്ദേഹം വീട്ടിൽ വിശ്രമത്തിലാണ്. അതുകൊണ്ട് ഭരണപരിഷ്കരണ ചെയർമാൻ പദവിയാണോ ഇനി മാണി ഗ്രൂപ്പിന് കൊടുക്കുക എന്നറിയില്ല. എന്തായാലും രാജ്യസഭാ സീറ്റ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്ന് കടുപ്പിച്ച് പറയുന്നില്ല. അതുകൊണ്ട് ഈ ഏത് തരത്തിലാണ് ഫോർമുല രൂപപ്പെടുന്നത് എന്നറിയില്ല. വിനോദ്, CPM-ന് ഒരു ആശങ്ക ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ് എം മുന്നണി വിടുമെന്ന്. ഇപ്പോൾ ഈ ജോസ് കെ മാണിയുടെ ഈ പ്രതികരണം കൂടെ കേൾക്കുമ്പോൾ ആശങ്കയ്ക്ക് വകയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ഇത് മനസ്സിലാക്കേണ്ടത് CPI-യോടാണ് CPM പറഞ്ഞത് രാജ്യസഭാ സീറ്റിൽ ചില വിട്ടുവീഴ്ചയൊക്കെ വേണം, അല്ല എങ്കിൽ മുന്നണിയിലെ ചില ഘടകകക്ഷികളൊക്കെ മുന്നണി വിടും. പ്രത്യേകിച്ചും മാണി ഗ്രൂപ്പിന് കൂടി അവകാശപ്പെട്ട ഒരു സീറ്റ് അത് നൽകുന്നില്ല എന്ന് അവരെ അറിയിച്ചാൽ അവർ മുന്നണി വിടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്ന് CPI-യെ അറിയിക്കുകയായിരുന്നു. അതേ കാര്യം ജോസ് കെ മാണിയോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് മുന്നണി വിടേണ്ട ഒരു സാഹചര്യമില്ല, ഞങ്ങൾ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കും എന്ന് പറയുകയാണ്. അപ്പോൾ രാജ്യസഭാ സീറ്റ് ഇപ്പോൾ കിട്ടിയില്ല എങ്കിൽ പോലും അവർ മുന്നണി വിടുമെന്നൊന്നും തോന്നുന്നില്ല. പക്ഷേ പകരം എന്തോ ചില പദവികളൊക്കെ അവർക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു ഫോർമുല രൂപപ്പെടുന്നത് എന്ന് വേണം കരുതാൻ. അതോ ഇനി രാജ്യസഭാ സീറ്റ് 6 വർഷത്തെ കാലാവധി പകുത്തു നൽകുകയാണോ, വീതം വെച്ച് നൽകുകയാണോ എന്നുകൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ജോസ് കെ മാണി മുന്നണി വിടില്ല, ഇടതുമുന്നണി വിടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് രജനി. അപ്പം തന്നെ ഈ RJD മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെ രംഗത്ത് വരുന്നുണ്ട്. ഇന്നലെ ശ്രേയാംസ് കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, രാജ്യസഭാ സീറ്റിന് തങ്ങൾക്ക് അവകാശവാദമുണ്ട്. ഇത് ആദ്യം തന്നെ MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുകൊണ്ട് പ്രശ്നം അവസാനിക്കുന്നില്ല. ഇപ്പോൾ ജോസ് കെ മാണി ഇങ്ങനെ പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞുവെങ്കിലും സമ്മർദ്ദം വളരെ കൂടുതലാണ് LDF-നുള്ളിൽ. കാരണം രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിന് കൂടി അവകാശപ്പെട്ടതാണ്. CPI-ക്ക് എത്രമാത്രം അവകാശപ്പെട്ടതാണോ അതേപോലെ തന്നെ മാണി വിഭാഗത്തിനും അവകാശപ്പെട്ടതാണ്. പക്ഷേ എങ്കിൽ ഇവർ രണ്ട് കക്ഷികൾ മാത്രമല്ല, RJD MV ശ്രേയാംസ് കുമാറും പറഞ്ഞിട്ടുണ്ട്, MV ഗോവിന്ദനെ കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കാരണം അവർ ഈ സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിക്കാതെ പോയ ഏക ഘടകകക്ഷിയാണ് RJD. ബാക്കി എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകി, ഒരൊറ്റ MLA ഉള്ള മറ്റു പാർട്ടികൾക്കെല്ലാം നൽകി. ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജു, അതേപോലെ തന്നെ INL-ലെ അഹമ്മദ് ദേവർകോവിൽ, അവർ നേരത്തെ മന്ത്രിമാരായിരുന്നു. ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്ന KB ഗണേഷ് കുമാർ, ഒരു MLA മാത്രമേ ഉള്ളൂ, ഗണേഷ് കുമാർ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ, കോൺഗ്രസ് എസിനെ പ്രതിനിധീകരിച്ച് കടന്നപ്പള്ളി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഏക MLA ഉള്ള RJD, KP മോഹനാണ് അവരുടെ MLA. അദ്ദേഹത്തെ മന്ത്രിയാക്കിയിട്ടില്ല. സ്വാഭാവികമായും അവർക്ക് അവകാശവാദം ഉന്നയിക്കാം. പക്ഷേ RJD-ക്ക് മന്ത്രിസ്ഥാനം നൽകാതെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് RJD പറയുന്നത് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല എങ്കിൽ പോകട്ടെ, ഞങ്ങൾക്ക് രാജ്യസഭയെങ്കിലും ലഭിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ശ്രേയാംസ് കുമാറിന്റെ അവകാശവാദം. NCP ദേശീയ കക്ഷിയാണ്, അവരും ഈ സീറ്റിന് വേണ്ടി ചോദിക്കുന്നു. CPI-യും ചോദിക്കുന്നു, മാണി ഗ്രൂപ്പും ചോദിക്കുന്നു. ഇപ്പോൾ മാണി ഗ്രൂപ്പും CPI-യുമായിട്ടുള്ള ചർച്ചയാണ് നടന്നത്. അടിയന്തരമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തേ മതിയാകുകയുള്ളൂ. ഈ മാസം 25-ന് തെരഞ്ഞെടുപ്പാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ
അടിയന്തരമായി തീരുമാനമെടുത്തേ മതിയാകൂ. തിങ്കളാഴ്ച LDF യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഉഭയകക്ഷി ചർച്ചയിൽ CPM-ന് ആശ്വസിക്കാൻ വലിയ വകയില്ല. കാരണം CPI ആ സീറ്റിൽ കടുത്ത അവകാശവാദം ഉന്നയിക്കുന്നു. മാണി ഗ്രൂപ്പ് മുന്നണി വിടില്ല എന്നൊക്കെ പറയുമെങ്കിലും അവരും സീറ്റിലുള്ള അവകാശവാദം കടുപ്പിച്ചിട്ടുണ്ട്. രജനി, ശരി, എന്തായാലും രാജ്യസഭാ സീറ്റിൽ നിലപാട് കടുപ്പിച്ചിരിക്കുക തന്നെയാണ്. CPI പാർട്ടിക്ക് അർഹമായ രാജ്യസഭാ സീറ്റ് വിട്ടുതരില്ല എന്ന് ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്. ഒപ്പം തന്നെ തങ്ങൾ ഇതുമായിട്ട് CPI-യുമായിട്ട് ചർച്ച നടത്തിയെന്ന് ജോസ് കെ മാണി പറയുന്നു. ഇതിനിടെ തന്നെ ജയപരാജയങ്ങളൊക്കെ തന്നെ ഉണ്ടാകും, പക്ഷെ മുന്നണി വിടില്ല എന്നുകൂടി ജോസ് കെ മാണി പറഞ്ഞു വെക്കുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മുന്നണിക്കുള്ളിൽ തന്നെ എന്തൊക്കെയോ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിൻ്റെ ഈ RJD ശക്തമായ നിലപാടുമായിട്ട് രംഗത്തെത്തുന്നതും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്. MK വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.